ഹായ് ഡിയേഴ്സ്, കുറച്ച് ചോറൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാർ. അതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് കറക്കി എടുത്താൽ മതി. ഇതേപോലെയാണ് വേണ്ടത്, പേസ്റ്റ് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിനി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നല്ല തിക്കായിട്ടാണുള്ളത്. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ കടലമാവ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും പച്ചമുളകും കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ചിട്ടും ടേസ്റ്റ് അനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഒരു ചെറിയൊരു പുളിക്കായിട്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ചോറിൻ്റെ നനവ് കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഇതേപോലെ കൈകൊണ്ട് കുറേശ്ശെയായിട്ടൊന്ന് നുള്ളിയിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരുപാട് വലിയ ഉണ്ടകൾ വേണ്ട, ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഇതേപോലെ നുള്ളിയിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചായ വയ്ക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്